തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് സ്കോട്ടിഷ് സ്കൂളിൽ തീപിടുത്തം. 3 സ്കൂൾ ബസ്സുകൾ കത്തിനശിച്ചു. തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലാണ് തീപിടുത്തമുണ്ടായത്. സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ബസ്സുകളാണ് കത്തിനശിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയായിരുന്നു ഈ തീപിടുത്തം? ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോകാം, അതിനുശേഷം തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്താണ് തീപിടുത്തമുണ്ടായത്. അവിടുത്തെ സ്കോട്ടിഷ് സ്കൂളിലായിരുന്നു സ്കൂൾ ബസ്സുകൾക്ക് തീപിടുത്തമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ദൃശ്യങ്ങളിൽ കൂടി തന്നെ നമുക്ക് വ്യക്തമാണ്, വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഈ തീപിടുത്തത്തിന് പിന്നിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇനി പോകേണ്ടതുണ്ട്, വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. 3 സ്കൂൾ ബസ്സുകളാണ് കത്തി നശിച്ചിരിക്കുന്നത്. തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത് എന്നതിൽ എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ? അനുശ്രീ, ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ 2:30 ഇത്തരം ഒരു സംഭവം ഉണ്ടാവുന്നത്. കഴക്കൂട്ടത്തെ ഈ സ്വകാര്യ സ്കൂൾ ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന 3 ബസ്സുകൾക്കായിരുന്നു തീ പടർന്നത്. ഒരു വലിയ ബസ്സും 2 ചെറിയ ബസ്സുകളുമാണ് ഉണ്ടായിരുന്നത്. സമീപവാസികളാണ് ആ ബസ്സിൽ തീ ആളിക്കത്തുന്നത് ശ്രദ്ധയപ്പെടുന്നത്. തുടർന്ന് അധികൃതരെ വിവരം അറിയിക്കുന്നത്. സെക്യൂരിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നിരുന്നാലും ഈ പറയുന്ന ഇതിനെ തുടർന്ന് ചാക്കയിൽ നിന്നും കഴക്കൂട്ടത്തു നിന്നും പോലീസ് എത്തുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. വളരെ ശ്രമപ്പെട്ടായിരുന്നു തീ കെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതിന് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അനുശ്രീ, ശരി, അരുൺ മോഹനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് സ്കോട്ടിഷ് സ്കൂളിൽ തീപിടുത്തമുണ്ടായത്. 3 സ്കൂൾ ബസ്സുകളാണ് കത്തിനശിച്ചത്. എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ അതിലൊരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.